നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ബഹുമാന്യനായ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നല്ല പണി കൊടുത്തു. കാരണം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം വളരെ മോശമാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറ്റം എന്ന് പറഞ്ഞാൽ അത് അമേരിക്കക്കാരുടെ തന്നെ കുഴപ്പം കൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ഈ ലോക പോലീസ് കളിക്കുമ്പോൾ കാണുന്നിടത്തൊക്കെ കൊണ്ടുവന്ന് ഇതുപോലെ ആയുധങ്ങൾ കൊടുക്കാനും അവർക്ക് സഹായം കൊടുക്കാനും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ചെയ്യുമ്പോൾ, ഇങ്ങനെയൊക്കെ ഉള്ള നടപടികൾ ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തുള്ള അവരുടെ കയ്യിലുള്ള തുരുമ്പ് പിടിച്ചിരിക്കുന്ന ആയുധങ്ങളൊക്കെ വിറ്റ് ശരിയാക്കി എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ വരും. ഒരുപാട് നഷ്ടം, ആവശ്യമില്ലാത്ത ഒരുപാട് സ്ഥലത്ത് പോയി ഇടപെട്ട് ഒരുപാട് പണം ഈ ലോക പോലീസ് കളിച്ച് അമേരിക്ക ചെലവാക്കിയിട്ടുണ്ട്. അതാണ് അവരുടെ പ്രശ്നം. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ നോക്കിക്കോളൂ. ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം, അതിനകത്തും ഒരു ഭാഗം പിടിച്ച് ഇടപാട് ചെയ്തു. ഇപ്പം രണ്ട് ഭാഗം ഏത് ഭാഗമാണെന്ന് അറിഞ്ഞൂടാ, ആ രീതിയിലേക്ക് മാറി. എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുവന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ജനിച്ച് വീഴുന്നവന്മാരുടെ ജോലി എന്ന് പറയുന്നത് യുദ്ധമാണ്. അവന്മാർ ജനിച്ച് വീഴുമ്പോൾ തോക്കെടുത്ത് തോളെ വെച്ചുകൊണ്ട് നടക്കുന്ന അല്ലാതെ ഒരു പണി പോലും ചെയ്യത്തില്ല. അവിടെ അത്രയും വരൾച്ചയുള്ള ഒരു സ്ഥലം, നമ്മൾ അവിടെ എന്തെങ്കിലും അവിടെ മരങ്ങളെങ്കിലും കാണാനുണ്ടോ? അഫ്ഗാനിസ്ഥാൻ നമ്മൾ നോക്കിക്കോളൂ, കുറേ പാറക്കെട്ടുകളും ഇതുപോലൊക്കെയുള്ള ആളുകൾ അത് തലക്കെട്ടും കെട്ടി കുറേ എണ്ണം അങ്ങ് നടക്കുകയാണ്. കാര്യം എന്താണെന്നറിയോ? അവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല, അവന്മാർക്ക് ജീവിക്കണം. അവിടെ ഈ സ്ത്രീകൾക്കൊന്നും യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല, വളരെ ബുദ്ധിമുട്ട്. അവരങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, വെളിയിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള കാര്യം. താലിബാന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവന്മാരെ എടുത്ത് നന്നാക്കാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ? അവരെ നന്നാക്കാനായിട്ട് അമേരിക്ക ഒരുപാട് ശ്രമിച്ചു. പണ്ട് റഷ്യ ഇതുപോലെ നന്നാക്കാൻ പോയതാണ്. റഷ്യക്കാര് വർഷങ്ങൾ പോയി നന്നാക്കിയതിന് ശേഷം അവിടുന്ന് എങ്ങനെയെങ്കിലും അവർ രക്ഷപ്പെട്ട് അവരെ പോക്കിന് പോയി. പിന്നെ അവിടെ പുല്ല് ഒരുത്തിട്ടില്ല, ആ രീതിയിലാണ് അവർ രക്ഷപ്പെട്ടു പോയത്. അമേരിക്ക അവിടോട്ട് ചെന്നത് എത്ര പട്ടാളക്കാരെ അവിടുത്തെ കുറേ ആളുകളെയൊക്കെ കൊന്നിട്ടുണ്ട്. എല്ലാ കാര്യം ശരിയാണ്. ഈ താലിബാന്റെയും ഇതൊക്കെ കുറേ എണ്ണത്തിനെ കൊന്നു. പക്ഷേ ഇത് കഴിഞ്ഞിട്ടോ അമേരിക്കൻ പട്ടാളക്കാർക്ക് വലിയ നാശം ഉണ്ടായില്ലേ? സൈന്യത്തിന് ഒരുപാട് നാശം ഉണ്ടായി. അവസാനം അവിടെ അമേരിക്കൻ പട്ടാളം അവിടെ ഉപേക്ഷിച്ചു പോയ ആയുധങ്ങൾ ഇപ്പൊ നിരത്തി ഇട്ടേക്കുന്ന കാണാം നമുക്ക്. അതായത് ടാങ്കുകൾ, അതുപോലെ തന്നെ വാഹനങ്ങൾ എല്ലാം കണക്കാണ്. ഇപ്പൊ അമേരിക്ക അതങ്ങ് തിരിച്ചു വെച്ചുകൊണ്ടിരിക്കുക, ഇത് എങ്ങനെയെങ്കിലും നമുക്ക് കൊടുക്കാൻ. ഇവർ പറഞ്ഞാൽ കൊടുക്കത്തില്ല, യുദ്ധത്തിന്റെ സ്മാരകമാണ് അവർ പറയുന്നത്. എന്നിട്ട് എന്തോന്നറിയും, യവന്മാരിത് വിറ്റ് പണം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഈ സാധനം. ഇതുപോലെ ആവശ്യക്കാർക്ക് അവർ മിലിറ്റന്റ് ഗ്രൂപ്പ്സിനെ അവരിത് വിൽക്കുകയാണ്. അപ്പൊ ഈ അമേരിക്ക കൊണ്ടുവന്ന് അവിടെ തള്ളിയിട്ട് പോയ ഈ ആയുധങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ ലോകത്തിന് തന്നെ ഒരു തിരിച്ചടി നേരിടുന്ന ഒരു പ്രശ്നമായിട്ട് മാറി. ഇപ്പോൾ പാകിസ്ഥാനിലൊക്കെ മിലിറ്റൻസ് ഒക്കെ ഉപയോഗിക്കുന്നത്, ഇപ്പൊ അവരൊക്കെ ബലൂചിസ്ഥാനിലെ ഭാഗത്തൊക്കെ ഉപയോഗിക്കുന്ന ഏതാണെന്നറിയാം ആയുധങ്ങൾ എല്ലാം ഇവരുടെ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. ലാഭത്തിന് കിട്ടും, റിബേറ്റ് ഇട്ട് ആണ് അത് വിൽക്കുന്നത്. കാര്യം അവർക്ക് വേറെ മുതൽ മുടക്കൊന്നുമില്ലല്ലോ. ഇതിനകത്ത് വിറ്റ് കാശ് വാങ്ങിക്കുന്നതിന് അവർക്ക് വേറെ ഒരു പ്രശ്നമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വരുമാന മാർഗമാണ്. ഹെക്ടർ കണക്കിന് സ്ഥലങ്ങളിൽ നല്ല അറേഞ്ച് ചെയ്ത് അട്ടിയായിട്ട് കറക്റ്റായിട്ട് വെച്ചേക്കാണ് ഈ ആയുധ സാമഗ്രികൾ. അത് അവർ വിറ്റ് കാശായിക്കൊണ്ടിരിക്കുകയാണ്. അവർ വിൽക്കുന്നത് മുഴുവൻ ഇതേപോലെ മിലിറ്റന്റ് ഗ്രൂപ്പ്സിനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ തകരുന്നതിൽ എന്തെങ്കിലും അതിശയമുണ്ടോ? പക്ഷെ ഇപ്പൊ ട്രംപ് ഒരു കാര്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മെച്ചപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ, ഈ ഒരുപാട് പേയ്മെന്റ്സ്, ഇപ്പോൾ ഉദാഹരണമായിട്ട് UN രക്ഷാസമിതിയിൽ അവിടെ എവിടെയെല്ലാം കൊടുക്കുന്ന പണമുണ്ടല്ലോ, അതുപോലെ ഈ UN ദൗത്യത്തിന് ഒക്കെ കൊടുക്കുന്ന പണം, ഇതെല്ലാം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അതുപോലെ തുടങ്ങിയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾക്ക് ഒക്കെ കൊടുക്കുന്ന പണം, ഇതൊക്കെ അങ്ങ് കട്ട് ചെയ്തില്ലെങ്കിൽ കഞ്ഞി കുടിച്ച് കിടക്കാൻ ഒക്കത്തില്ല. അതാ കാര്യം. ഏതായാലും അങ്ങനെയുള്ള വലിയ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള നടപടി എടുത്തു. അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ യഥാർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ലേ? അവർ ഈ എത്യോപ്യയിലെയും അതുപോലെ തന്നെ ഈ കെനിയ, അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങൾ, അതായത് സൊമാലിയ, ഇവിടെയൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടിണി കിടക്കുന്ന സ്ഥലമാണ് ആളുകൾ. അവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ചെയ്തുകൊണ്ടിരുന്നത് അത് മുഴുവൻ ഇപ്പൊ തകിടം മറിയുകയാണ്. കാരണം എന്താണെന്നറിയോ? അമേരിക്കയുടെ പണമാണ് ഈ കൊടുത്തുകൊണ്ടിരുന്നതൊക്കെ. ഇപ്പൊ അമേരിക്ക പണം കൊടുപ്പങ്ങ് നിർത്തി. ഇനി ഈ WHO ഒക്കെ വീട്ടിൽ പോയിരിക്കണം.
വേറെ ആരും കാശ് കൊടുക്കത്തൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യമുണ്ട്. അത് നിർത്തലാക്കിയത് നമുക്ക് പിന്നെ മനസ്സിലാക്കാം. ഇത് ദോഷമായി പോയി, അത് വേറെ കാര്യം. കാരണം WHO ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ ആ സംഘടനയ്ക്ക് കൊടുക്കേണ്ട പണം കൊടുക്കേണ്ടതായിരുന്നു. അത് കൊടുക്കാത്തത് വളരെ ദ്രോഹമാണ്. കാരണം അത് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ലോകത്തില്ലാതായി. പക്ഷെ അതിനോടൊപ്പം പിന്നെ ചെയ്തതാണ് കടുകൈ. അതായത് അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പൊ ചെമ്പ്, അലൂമിനിയം, അതൊക്കെ അലൂമിനിയൊക്കെ ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതേപോലുള്ള സാധനങ്ങൾ. പിന്നെ ഈ കടൽ മത്സ്യ വിഭവങ്ങൾ, അതായത് ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഒക്കെ കയറ്റുമതിയൊക്കെ നടക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യഥാർത്ഥത്തിൽ ഇന്ത്യ, അതായത് ഓരോ രാജ്യങ്ങൾ അവിടെ ഇറക്കുമതി തീരുവ എന്നൊക്കെ പറയുന്നത് 52% വരെ ചുമത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് അത് ഈ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഇറക്കുന്നതിന് 52% നികുതി തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, കുറ്റമൊന്നുമല്ല. ചൈന ചെയ്തിട്ടുണ്ട്. ചൈനയിലേക്ക് ഒരുപാട് അമേരിക്കൻ ഇമ്പോർട്ട് ഒരുപാടുണ്ട്, തിരിച്ച് എക്സ്പോർട്ടുണ്ട്. ഇവിടുന്ന് എക്സ്പോർട്ട് അങ്ങോട്ട് വരുന്നുണ്ടേ. അപ്പൊ ട്രംപ് പറഞ്ഞത് എന്താണെന്നറിയോ? ഏതാന്ന് വെച്ചാൽ അത് അത്രയും തുക തന്നെ പകര ചുങ്കം നമ്മൾ ഏർപ്പെടുത്തും. ഇത് ചുങ്കമാണല്ലോ, അതുകൊണ്ട് പകര ചുങ്കം ഏർപ്പെടുത്തും എന്നങ്ങ് പ്രഖ്യാപിച്ചിട്ട് ഈ പല രാജ്യങ്ങളും അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത് പല റേറ്റുകളിലാണ്. ഇപ്പോൾ ചൈനയാണെന്നുണ്ടെങ്കിൽ 67%, അവർ 67-69% അമേരിക്കൻ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അവർ അതിൻ്റെ തീരുവ ചുമത്തേക്കുന്നത്. ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ 52%, ജപ്പാൻ ആണെന്നുണ്ടെങ്കിൽ 44%. ഇതുപോലെ പല രാജ്യങ്ങൾ പല രീതിയിലാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ ട്രംപ് ഒരു തീരുമാനമൊക്കെ എടുത്തു കേട്ടോ. മെക്സിക്കോയും കാനഡയും നേരത്തെ അങ്ങ് ഒഴിവാക്കി. കാരണം അത് വേറെ മാർഗമില്ല. കാര്യം എന്തെന്നറിയോ? അവിടെ ഈ കാർണി എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ പുതിയതായിട്ട് കാനഡയിൽ ഭരിക്കാനായിട്ട് കയറിയേക്കുന്നത്. നല്ല ചൂടനാണ് അയാൾ, നല്ല വിവരമുള്ളവനാണ്, വലിയ ബുദ്ധിമുട്ടുമാണ് അയാളുടെ അടുത്ത് പിടിച്ചു വയ്ക്കാൻ. അപ്പം നോക്കിയപ്പോൾ കാർണിയെ പിണക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടതുകൊണ്ടാണ് കാനഡയെ ഒഴിവാക്കിയേക്കുന്നത്. അതുപോലെ തന്നെ മെക്സിക്കോയും. ഏതായാലും ഇത് പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഈ കാർണിയുടെ ശബ്ദം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അതിനകത്ത് ഇപ്പൊ ഇന്ത്യക്ക് പകര ചുങ്കം ഏർപ്പെടുന്നുണ്ടല്ലോ. അത് ചൈന 69% അവരുടെ നിന്ന് വാങ്ങുന്നെങ്കിലും 67% വാങ്ങുന്നെങ്കിലും ചൈന അവരുടെ നിന്ന് 67% വാങ്ങുന്നുവെങ്കിലും പകരം ചുമത്തിയേക്കുന്നത് 34% മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് 34%. ഇന്ത്യ ആണെങ്കിൽ 52% വാങ്ങുന്നു. പക്ഷേ ഇന്ത്യ ഇനി കൊടുക്കേണ്ടി വരുന്നത് 26%. ജപ്പാൻ ഇതേപോലെ 44% ആയതുകൊണ്ട് ജപ്പാന് തിരിച്ചു കൊടുക്കേണ്ടത്, അത് ജപ്പാൻ്റെ ലേക്കുള്ളതിന് ചുമത്തുന്നതെന്ന് പറയുന്നത് ഏതാണ്ട് 24% മാത്രമേ ഉള്ളൂ. ആ രീതിയിലാണ്. അങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും ചുമത്തുന്നുണ്ട്. പിന്നെ ഒന്നും ചുമത്താത്ത ഒരു രാജ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ റഷ്യയാണ് കേട്ടോ. അവിടെ പുടിൻ ഭരിക്കുന്നു. അവിടെ ഏർപ്പെടുത്താൻ അമേരിക്ക തയ്യാറായിട്ടില്ല ഇതുവരെ ഒന്നും. അപ്പോൾ ഈ രീതിയിലാണ് ഈ പോക്ക്. ഇത് യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ? ഇന്ത്യ പെട്ടെന്നൊരു തീരുമാനം അങ്ങ് എടുക്കുകയും ചെയ്തു. ഇലക്ട്രിക് വാഹനങ്ങളുടെ തീരുവ, ഇറക്കുമതി തീരുവ ഒരുപാട് കുറച്ചു. അത് എന്തിനാണെന്നറിയോ? ഈ ഇലോൺ മസ്ക് എന്ന് പറയുന്ന ട്രംപിന്റെ ഏറ്റവും വലിയ അടുത്ത കൂട്ടുകാരൻ, ഇപ്പോൾ വളരെ അടുത്തേക്കുന്നതാണ് അവർ. അയാളുടെ ആണല്ലോ ടെസ്ല. അപ്പോൾ ഈ ടെസ്ല വാഹനങ്ങൾ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്താൽ അത് ഇന്ത്യയിലെ 2 വാഹന കമ്പനികൾക്ക്, വൻകിട കമ്പനികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതായത് അത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, അതുപോലെ ടാറ്റ മോട്ടോഴ്സ്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ ഇറക്കുമതി തീരുവ ടെസ്ലയുടെ ഒഴിവാക്കിയാൽ അമേരിക്കൻ എഞ്ചിനീയറിംഗിൽ വരുന്ന വണ്ടി എന്നുള്ള നിലയ്ക്ക് അതിന് മാർക്കറ്റ് കൂടും. അതാണ് പ്രശ്നം. ഇവിടുത്തെ വിൽപ്പന കുറയും, ടെസ്ലയുടെ വിൽപ്പന കൂടുകയും ചെയ്യും. അപ്പോൾ ഈ ടെസ്ലയ്ക്ക് ഈ ഇറക്കുമതി തീരുവ ഒഴിവാക്കിയിരുന്നില്ലെങ്കിൽ ഒരിക്കലും അമേരിക്കയ്ക്ക് ഈ ടെസ്ല ഇവിടെ വിൽക്കാൻ പറ്റത്തില്ല, ഇലോൺ മസ്കിനെ. കാരണം അതുപോലുള്ള വിലയായി, ആരും വാങ്ങത്തില്ല. പക്ഷേ അങ്ങനെ ആളുകളെ കൊണ്ട് ഇത് വാങ്ങിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഈ പണി ചെയ്തേക്കാണ്. അപ്പൊ ഈ ഇന്ത്യക്ക് 26% അടിച്ചു കൊടുത്തിട്ട്
ട്രംപ് ഒന്ന് രണ്ട് വാചകങ്ങളോട് പറഞ്ഞു. അതാണ് അതിനകത്ത് രസകരമായ കാര്യം. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നാണ് കുറച്ചാൾ മുമ്പ് എന്നെ വന്ന് കണ്ടിരുന്നു. ഞാനും മോഡിയും സുഹൃത്തുക്കളാണ്. പക്ഷേ ഇന്ത്യ വേണ്ട വിധത്തിൽ ഞങ്ങളുടെ ആവശ്യം പരിഗണിച്ചില്ല. അതുകൊണ്ട് ആണ് ഇത് അടിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് കൊണ്ട് വരുന്നത്, ഈ കെട്ടിപ്പിടുത്തവും അടുപ്പവും ഈ യാത്രയും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളിലൊന്നും യാതൊരു ബന്ധവുമില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ കൊടുക്കാനുള്ളത് ഇപ്പം 26% ചുങ്കം പകരം ഏർപ്പെടുത്തുന്ന ഉടനെ അത് നമുക്ക് ഒരുപാട് നഷ്ടം വരും. ഇന്ത്യക്ക് ഒരുപാട് നഷ്ടം വരും. ഇവിടുത്തെ പല സ്ഥാപനങ്ങളുടെ ഇറക്കുമതിയാണ് അതിൽ തടയപ്പെടുന്നത് ഒരുപാട്. അപ്പം അത് വലിയ ബുദ്ധിമുട്ട് നമ്മുടെ വിപണിയിൽ ഉണ്ടാക്കും. അപ്പോൾ ഏതായാലും അതുകൊണ്ട് ഈ സെൻസെക്സിനൊക്കെ ഇപ്പോൾ എന്താണെന്നറിയോ, ഇതിപ്പോൾ അവിടെ ഒരു സ്ഥിരമായ ഒരു കയറ്റവും ഇറക്കവും ഇല്ല. വലിയ ബുദ്ധിമുട്ടാണ്. സ്വർണത്തിൻ്റെ വില എന്ന് പറയുന്നത് വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക സ്വർണത്തിൻ്റെ വില. ഇതിപ്പോൾ ഇനി ഏതിൽ പോയി നിൽക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഊഹം പോലും സ്വർണ്ണ വിപണിക്കാർക്ക് പോലും ഇല്ല, കച്ചവടക്കാർക്ക് പോലും ഇല്ല. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഏതായാലും ചിലപ്പോൾ ഇനി ഒരു 3-ാം ഊഴം കൂടെ ഉണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ നിരത്താൻ കാണും അദ്ദേഹത്തിന് കേട്ടോ. അപ്പോൾ അത് ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ കാണി നടത്തിയ ആ ഇടപാട്, അദ്ദേഹം നടത്തിയ ആ വിലപേശലുണ്ടല്ലോ, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ട് നടത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സംശയം. പക്ഷേ അതിന് വേറെ ഉത്തരങ്ങളൊന്നുമില്ല. അതിനിപ്പോൾ കൊടുത്തേക്കുന്ന ഉത്തരവെന്ന് പറയുന്നത് ഈ ഇലോൺ മസ്കിനെ സഹായിക്കാനായിട്ട് ഇറക്കുമതി, അതായത് വൈദ്യുത കാറിൻ്റെ ഇറക്കുമതി തീരുവ കുറച്ചതാണ് ഇന്ത്യ ചെയ്ത ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ഏതായാലും ഇത് വിപണിയിലെ ആകെ മൊത്തം ഒരു അനിശ്ചിതത്വമുണ്ട്. വളരെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇനിയിപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഇറക്കുമതി ചെയ്യാനും. ഇറക്കുമതി അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇനി മാത്രമല്ല, അവിടേക്കുള്ള നമ്മൾ കയറ്റുമതി അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇവിടെ നിന്നുള്ള കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറയാൻ കാരണം 26% തീരുവയാണ്. 26% തീരുവ അവിടെ കൊടുത്തിട്ട് ഈ സാധനങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന വിലയ്ക്ക് അവിടെ കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇവിടുത്തെ മാനുഫാക്ചറേഴ്സ് എന്ന് പറയുന്നവർ വളരെ ബുദ്ധിമുട്ടും എല്ലാം കൊണ്ടും ഒരു അനിശ്ചിതത്വമാണ് ഇപ്പോൾ.